ഒരു കാലത്ത് സ്വച്ഛന്തമായി ഒഴുകിയ പുഴ, ഒരു നാടിൻ്റെ മുഴുവൻ കുളിരായിരുന്ന പുഴ. സ്കൂള് ഇല്ലാത്ത സമയത്ത് ഈ പുഴയിൽ കുളി തന്നെയായിരുന്നു ഞങ്ങൾക്ക്. വെള്ളം, ശുദ്ധമായ വെള്ളം ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്, ഞാൻ കുടിച്ചായിരുന്നു. പുഴ മാറിയത് പെട്ടെന്നായിരുന്നു. ആർത്തിപൂണ്ട മനുഷ്യൻ വേണ്ടാത്തതെല്ലാം പുഴയിലേക്കെറിഞ്ഞു. തിരൂർ നഗരത്തിന്റെ മാലിന്യം മുഴുവൻ ഈ പുഴ ഏറ്റുവാങ്ങി. പുഴയിലെ ജീവനുകൾ കൂട്ടമായി മരിച്ചു തുടങ്ങി, കൂടെ പുഴയും. മനസ്സ് വിഷമിച്ചവരുടെ കൂട്ടത്തിൽ അലവിക്കുട്ടിയും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വെറുതെ ഇരുന്നില്ല. പുഴയെ തിരിച്ചുപിടിക്കാൻ തുനിഞ്ഞിറങ്ങി. 2011 ദിവസങ്ങളോളം സത്യാഗ്രഹ സമരം നടത്തി. അധികൃതർക്ക് നിരന്തരം പരാതികൾ അയച്ചു. 2012 ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി. പിന്നെ കേസ് ഹരിത ട്രിബ്യൂണലിന് വിടാൻ അപേക്ഷയും നൽകി. ട്രിബ്യൂണലിൽ നിന്ന് അനുകൂല ഉത്തരവും ലഭിച്ചു. ഇന്ന് ഈ ഡേറ്റ്, ഈ നിമിഷം മുതൽ ഈ പുഴയിൽ ഒരു തുള്ളി പോലും അഴുക്ക് ജലം ഒഴുക്കാൻ പാടില്ല. മാത്രമല്ല, ഇന്നത്തെ പുഴയുടെ സ്ഥിതി പരിശോധിച്ച് റിപ്പോർട്ട് നവംബർ 17 തീയതിയുള്ള സിറ്റിങ്ങിൽ കൊടുക്കണം എന്നുള്ള മലിനീകരണ ബോർഡിനോടും ഉപദേശിച്ചുകൊണ്ടാണ് കോടതി ഈ കേസ് 17 തീയതിക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. MLA ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപ ചെലവഴിച്ച് പുഴ വീണ്ടെടുക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ അലവിക്കുട്ടിയോട് ആരും ചോദിച്ചില്ല കേസ് നടത്താൻ എവിടെ നിന്നാണ് പണമെന്ന്. എൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് വയറ്റി പിടിച്ചിട്ടെങ്കിലും ഇത്തരം ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഈ വയറ്റി പിടിക്കലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, നമുക്ക് രാത്രി ഭക്ഷണം വേണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു, രാത്രി ഭക്ഷണം പട്ടിണി ഇടുന്ന ഉള്ളവും കൂടി ഇല്ലാതാവില്ല. ഈ പക്ഷി പറവകളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണോ രാത്രികാലങ്ങളിൽ ജീവിക്കുന്ന? നമ്മളും അങ്ങനെ ആവുക തന്നെ. രാത്രിയത്തെ ഭക്ഷണം ഉപേക്ഷിച്ചു. പിന്നെ വർഷത്തിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഞങ്ങൾ വസ്ത്രങ്ങൾ എടുക്കാറുണ്ട്. പെരുന്നാളുകളിൽ, വലിയ പെരുന്നാളിന്, ചെറിയ പെരുന്നാൾ. ആ വസ്ത്രം എടുക്കലും നിർത്തിവെച്ചു. പിന്നെ ആഡംബരമായിട്ടുള്ള ഇറച്ചി, മത്സ്യം, പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള കുറേ ആർഭാടങ്ങളായിട്ടുള്ള ഭക്ഷണം അതും ഉപേക്ഷിച്ച് അങ്ങനെല്ലാം കൂടി ഒരു മാസത്തിൽ ഞങ്ങൾക്ക് ഒരു 6000 രൂപ കണ്ടിട്ട് മിച്ചം വെക്കാൻ കഴിഞ്ഞു ഞങ്ങളുടെ ചെലവിൽ, വീട്ടു ചെലവിൽ. തന്റെ പോരാട്ടത്തിന് ഫലം കണ്ടു തുടങ്ങിയതിൽ സന്തുഷ്ടനാണ് അലവിക്കുട്ടി. പുഴ പൂർണ്ണമായും വീണ്ടെടുക്കുന്നതുവരെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇനി എത്ര കാലം ആയുസ് കിട്ടുന്ന അതിനു വേണ്ടി ചെലവാക്കും. ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം 2 നേരത്തെ ഭക്ഷണം ഇല്ലാതാക്കും ഞാൻ. മുഹമ്മദ് നൗഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.